ഹൈ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഡിഗ്രി PYQ സീരീസിൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണിത്. എല്ലാവരെയും ഈ ക്ലാസ്സിലേക്ക് വീഡിയോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ ചോദ്യങ്ങളായിരുന്നു നോക്കിയത്. സെക്കൻഡ് പാർട്ടിലും റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഇത് തീർത്തിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. ആദ്യം റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ PYQs ഒന്ന് കവർ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ താമസിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. കമോൺ. യെസ്, ചോദ്യം ഇതാണ്. എ മിക്സ്ചർ ഓഫ് 40 liters ഓഫ് വൈൻ ആൻഡ് വാട്ടർ contains wine and water in the ratio 3:1. How much water must be added to it so that the ratio of wine to water may be 5:2? ഓക്കെ, അപ്പം ചോദ്യത്തിൽ 40 ലിറ്റർ മിശ്രിതമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 40 ലിറ്റർ മിശ്രിതമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ വൈനും വാട്ടറും അല്ലെ, വൈൻ ആൻഡ് വാട്ടർ ഏത് റേഷ്യോയിലാ? 3:1 എന്ന റേഷ്യോയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൗ മച്ച് വാട്ടർ മസ്റ്റ് ബി ആഡഡ്? എത്ര ലിറ്റർ വെള്ളം ആഡ് ചെയ്താൽ? ഹൗ മച്ച് വാട്ടർ മസ്റ്റ് ബി ആഡഡ്? എത്ര ലിറ്റർ വെള്ളം ആഡ് ചെയ്താൽ സോ ഈ റേഷ്യോ 5:2 ആയി മാറും എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ ഈ 40 ലിറ്റർ മിശ്രിതമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 40 ലിറ്റർ മിശ്രിതമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം പറയുന്ന വേറൊരു കാര്യം, അതിൽ വൈനും വാട്ടറും 3:1 എന്ന റേഷ്യോയിലാണെന്നും പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് എത്ര ലിറ്റർ വാട്ടർ ആഡ് ചെയ്താൽ അത് 5:2 എന്ന റേഷ്യോയിലേക്ക് മാറും എന്നതാണ് ചോദ്യം. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്തു തുടങ്ങാൻ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഞാൻ പല മെത്തേഡുകൾ പറഞ്ഞു തരാം. നിങ്ങൾ നന്നായിട്ട് കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. റിവിഷൻ ചെയ്ത് കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാക്കുക. അപ്പോൾ ശ്രദ്ധിച്ചോ, നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് 40 ലിറ്റർ മിശ്രിതമല്ലേ? എത്ര ലിറ്റർ മിശ്രിതമാണ്? 40 ലിറ്റർ മിശ്രിതമാണ്. ആണോ? ഇതിൽ തന്നിരിക്കുന്ന ഏതൊക്കെയാ സാധനങ്ങൾ? വൈനും വാട്ടറും അല്ലേ? വൈൻ ആൻഡ് വാട്ടർ ഏത് റേഷ്യോയിലാണെന്നാ പറഞ്ഞേക്കുന്നത്? വൈനും വാട്ടറും 3:1 എന്ന റേഷ്യോയിലാണെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പം വൈൻ എത്ര, വാട്ടർ എത്ര എന്ന് ആദ്യം കണ്ടുപിടിക്കാം. വൈൻ എത്ര, വാട്ടർ എത്ര? മക്കളെ, 3:1 എന്ന റേഷ്യോ ആണ്. ആകെ 40 ലിറ്റർ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം 40 ലിറ്ററിൽ 30 ലിറ്റർ വൈനായിരിക്കും, 10 ലിറ്റർ വാട്ടർ ആയിരിക്കും. സിമ്പിൾ അല്ലേ ചെയ്യാൻ? 40 ലിറ്റർ 3:1 എന്ന റേഷ്യോയിൽ വീതിക്കുമ്പോൾ 30 ലിറ്റർ വൈൻ, ബാക്കി 10 ലിറ്റർ വാട്ടർ. ഇതാണ് ഇനിഷ്യലി വൈനിൻ്റെ വാട്ടറിൻ്റെ അളവ്. ഇനി ചോദ്യം, ഇതിലേക്ക് വൈൻ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ വൈനിൻ്റെ പുതിയ അളവും പഴയ അളവും 30 ലിറ്റർ തന്നെ. ഇതിലേക്ക് എത്രയോ ലിറ്റർ എന്ത് ആഡ് ചെയ്തു? വാട്ടർ ആഡ് ചെയ്തു. 10 + x. അപ്പോൾ ഏത് റേഷ്യോയിലേക്ക് മാറി എന്ന് പറഞ്ഞേക്കുന്നത്? 5:2 എന്ന റേഷ്യോയിലേക്ക് മാറുന്നുണ്ട്. എങ്കിൽ എത്ര ലിറ്റർ വാട്ടറാണ് ആഡ് ചെയ്തത് എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ സംഗതി ക്ലിയർ. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വൈൻ ഉണ്ട്, വാട്ടർ ഉണ്ട്. 3:1 എന്ന റേഷ്യോയിൽ ആകെ 40 ലിറ്റർ ഉണ്ട്. അപ്പം 40 ലിറ്ററാണ് 3:1 എന്ന റേഷ്യോയിലുള്ളത്. ശരിയല്ലേ? അപ്പോൾ അതിൽ 30 ലിറ്റർ വൈനും 10 ലിറ്റർ വാട്ടറും ആയിരിക്കും. അപ്പം 40 ലിറ്ററിൽ 30 ലിറ്റർ വൈനാണ്, 10 ലിറ്റർ വാട്ടറാണ്. ഇനി ഇതിലേക്ക് വൈൻ ആഡ് ചെയ്യുന്നില്ല. എത്രയോ ലിറ്റർ വാട്ടർ ആഡ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ആഡ് ചെയ്താൽ ഇത് 5:2 എന്ന റേഷ്യോയിലേക്ക് മാറും. അപ്പോൾ എനിക്ക് മനസ്സിലായി, വൈനിൻ്റെ ആദ്യത്തെ അളവ് 30 ലിറ്റർ, ഇപ്പോഴും വൈൻ 30 ലിറ്റർ. വാട്ടറിൻ്റെ ആദ്യത്തെ അളവ് 10 ലിറ്റർ, ഇപ്പം എക്സ് ലിറ്ററും കൂടെ ആഡ് ചെയ്തപ്പം 5:2 എന്ന റേഷ്യോയിലേക്ക് മാറി. ഇനി സിമ്പിളായിട്ട് ചെയ്യാമല്ലോ. ഇത്ര ഉള്ളല്ലോ മക്കളെ. 5 എന്ന റേഷ്യോയിലാണ് വൈൻ ഇപ്പോഴുള്ളത്. 5 എന്ന റേഷ്യോയിലാണ് വൈൻ ഇപ്പോഴുള്ളത്. അത് 30 ലിറ്റർ ആണ്. 5 എന്ന റേഷ്യോയിലുള്ള വൈൻ ഇപ്പം 30 ലിറ്റർ ആണ്. അപ്പോൾ 5 റേഷ്യോ എന്നത് 30 ലിറ്ററിന് തുല്യമാണ്. 5 റേഷ്യോയിലാണ് വൈൻ ഉള്ളത്, വൈൻ 30 ലിറ്റർ ഉണ്ട്. 5 റേഷ്യോ 30 ലിറ്റർ ആണെങ്കിൽ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ 30/5. ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ 6 ലിറ്ററിന് തുല്യമാണ്. ശരിയല്ലേ? ഒരു റേഷ്യോ 6 ലിറ്റർ ആണെങ്കിൽ വാട്ടർ ഇപ്പം 2 റേഷ്യോ ഉണ്ട്. ഒരു റേഷ്യോ 6 ആണെങ്കിൽ 2 റേഷ്യോ 12 ലിറ്റർ അല്ലേ? അപ്പം 2 റേഷ്യോ 12 ലിറ്റർ ആവണമെങ്കിൽ 10 ലിറ്ററിൻ്റെ കൂടെ 2 ലിറ്റർ വാട്ടറാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ 2 ലിറ്റർ എന്ന് കിട്ടും എൻ്റെ ചേട്ടാ. ചെയ്ത ടെക്നിക്ക് മനസ്സിലായോ?
ശരി. അപ്പോൾ ഒന്നുമില്ല, 5 റേഷ്യോയിലാണ് എന്തുള്ളത്, വൈനുള്ളത്. അത് 30 ലിറ്റർ. അപ്പോൾ ഒരു റേഷ്യോ 6 ലിറ്റർ. ഒരു റേഷ്യോ 6 ലിറ്റർ ആണെങ്കിൽ 2 എന്ന റേഷ്യോയിലാണ് വാട്ടർ ഉള്ളത്. അപ്പോൾ അത് 12 ലിറ്റർ ആവണം. അപ്പോൾ 10 ലിറ്ററിൻ്റെ കൂടെ 2 ലിറ്റർ വാട്ടറും കൂടെ ആഡ് ചെയ്യണം. ഇതൊരു മെത്തേഡ്. ശരി, നമ്മുടെ അടുത്ത മെത്തേഡിലേക്ക് വരാം. ഇഷ്ടം പോലെ മെത്തേഡ്, ഏത് വേണമെന്ന് വെച്ചാൽ ഇഷ്ടം എടുത്തു. ഏതെടുത്താലും 10, ഏതെടുത്താലും 10, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തു. ശരി, ഇതേ അടുത്ത ചോദ്യം നോക്ക്. അല്ലെങ്കിൽ ഈ ചോദ്യം തന്നെ രണ്ടാമത്തെ മെത്തേഡ് നോക്ക് മക്കളെ. 40 ലിറ്റർ മിശ്രിതമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ശരിയല്ലേ? അതിൽ വൈനും ഉണ്ട്, പിന്നെ ആരും ഉണ്ട്, വാട്ടറും ഉണ്ട്. ഏത് റേഷ്യോയിലാ? വൈനും വാട്ടറും 3:1 എന്ന റേഷ്യോയിലാണ്. ആണോ? ഇതിലേക്ക് എത്രയോ ലിറ്റർ വാട്ടർ ആഡ് ചെയ്യണം, അത് കണ്ടുപിടിക്കണം. അങ്ങനെ ആഡ് ചെയ്താൽ ഏത് റേഷ്യോയിലേക്ക് മാറണം? 5:2 എന്ന റേഷ്യോയിലേക്ക് മാറണം. എനിക്കറിയാം ഇവിടെ ആഡ് ചെയ്യേണ്ട സാധനം വാട്ടറാണ്. വാട്ടറാണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ വൈനിൻ്റെ റേഷ്യോ കോൺസ്റ്റൻ്റ് ആയി നിൽക്കണം. എന്നാൽ ആ രീതിക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ വാട്ടറിൻ്റെ റേഷ്യോനെ കോൺസ്റ്റൻ്റ് ആക്കാൻ ചെയ്യുന്ന പരിപാടി ശ്രദ്ധിച്ചോ. വൈൻ ഉണ്ട് നമ്മുടെ അടുത്ത്, ഈസ്റ്റു വാട്ടറും ഉണ്ട് നമ്മുടെ അടുത്ത്, അല്ലേ? അത് 3:1 എന്ന റേഷ്യോയില്ല. എനിക്ക് വേണ്ടത് വൈൻ്റെ റേഷ്യോ കോൺസ്റ്റൻ്റ് ആക്കണം. കാരണം ഞാൻ വൈൻ ആഡ് ചെയ്യുന്നില്ല, ഞാൻ ആഡ് ചെയ്യുന്ന സാധനം വാട്ടറാണ്. അപ്പോൾ വൈൻ്റെ റേഷ്യോ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ആണോ? അപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഗുണിച്ചാൽ കോൺസ്റ്റൻ്റ് ആകും. ഈ 5 കൊണ്ട് ഇവിടെ ഗുണിക്കുക, ഈ 3 കൊണ്ട് ഇവിടെ ഗുണിക്കുക. കണ്ടോ? അപ്പോൾ എന്ത് സംഭവിക്കും? 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 15:5 എന്ന് വരും. 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 15:6 എന്ന് വരും, അല്ലേ? സോ ആഡ് ചെയ്യേണ്ട സാധനം വാട്ടറാണ്. ഇതുകൊണ്ടോ? അപ്പോൾ പഴയ റേഷ്യോയുടെ ആവശ്യം ഇനിയില്ല, ഇത് വിട്ടേക്കുക. നമ്മൾ പുതിയ റേഷ്യോയിലേക്ക് മാറ്റി. വൈൻ ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് വൈനിൻ്റെ റേഷ്യോ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു, അല്ലേ? അപ്പോൾ 5 എന്ന റേഷ്യോയിലുള്ള വാട്ടർ 6 എന്ന റേഷ്യോയിലേക്ക് മാറണം. ഒരു റേഷ്യോ വാട്ടർ കൂടണം, ശരിയല്ലേ? അപ്പോൾ ഈ ഒരു റേഷ്യോ എത്രയാണെന്ന് കണ്ടുപിടിച്ച ഉത്തരവായി. എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. 15:5 ആണ് വൈനിൻ്റെ വാട്ടറിൻ്റെ റേഷ്യോ. 15:5 20 ഉണ്ട്. ആണോ? 15:5 20 ഉണ്ട്. 20 റേഷ്യോ എന്ന് പറഞ്ഞാൽ ആകെയുള്ള 40 ലിറ്ററിന് തുല്യമാണ്, അല്ലേ? 15 റേഷ്യോയിലാണ് വൈനുള്ളത്, 5 റേഷ്യോയിലാണ് വാട്ടർ ഉള്ളത്. അപ്പോൾ ആകെ 20 റേഷ്യോ ഉണ്ട്. 20 റേഷ്യോ ആണ് 40 ലിറ്റർ എന്ന് പറയുന്നത്. ആണോ മക്കളെ? അപ്പോൾ 20 റേഷ്യോ എന്ന് പറയുന്നത് 40 ലിറ്ററിന് തുല്യമാണെങ്കിൽ ഒരു റേഷ്യോ എന്ന് പറയുന്നത് 2 ലിറ്ററിന് തുല്യമാണ്. ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ 2 ലിറ്ററിന് തുല്യമാണ്. അപ്പം 5 റേഷ്യോയിലുള്ള വാട്ടർ 6 റേഷ്യോയിലേക്ക് ആവണമെങ്കിൽ ഒരു റേഷ്യോ കൂടണം. ഒരു റേഷ്യോ കൂടുക എന്ന് പറഞ്ഞാൽ 2 ലിറ്റർ. എൻ്റെ തലയുടെ അകത്തായല്ലേ? ഓക്കെ. ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ 2 ലിറ്റർ. യെസ്, 2 ലിറ്റർ ആഡാവണം എന്ന് മനസ്സിലാകണം. അപ്പം 5 എന്ന റേഷ്യോ 6 എന്ന റേഷ്യോയിലേക്ക് മാറണം. അതായത് ഒരു റേഷ്യോ കൂടണം. ഒരു റേഷ്യോ കൂടണമെങ്കിൽ നമ്മൾ ഒരു റേഷ്യോ 2 ലിറ്റർ ആയതുകൊണ്ട് 2 ലിറ്റർ വെള്ളം ആഡ് ചെയ്യണം എന്ന് മനസ്സിലാക്കാം. ഇതാണ് ഈ വൈൻ്റെ റേഷ്യോ കോൺസ്റ്റൻ്റ് ആക്കി ചെയ്യുന്ന രീതി. കാരണം വൈൻ ആഡ് ചെയ്യുന്നില്ല, വാട്ടർ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ വൈൻ്റെ റേഷ്യോ കോൺസ്റ്റൻ്റ് ആക്കി ചെയ്യുന്ന രീതിയാണിത്. അപ്പം ഒരു റേഷ്യോ വൈൻ കൂടണം, വാട്ടർ ഒരു റേഷ്യോ കൂടണം. അപ്പോൾ ഒരു റേഷ്യോ വാട്ടർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എനിക്കറിയാം ഇത് 20 റേഷ്യോയാണ്. ഈ 20 റേഷ്യോ 40 ലിറ്ററിന് തുല്യമാണ്. അപ്പോൾ ഒരു റേഷ്യോ 2. അപ്പോൾ ഒരു റേഷ്യോ കൂടണമെങ്കിൽ 2 ലിറ്റർ വാട്ടർ ആഡ് ചെയ്യണം എന്ന് കിട്ടും. മുന്നോട്ട് പോവാം. എസ്, വണ്ടി മുന്നോട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റേഷ്യോ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ ഇൻ ദ മിക്സ്ചർ 4:3. മിൽക്ക് ആൻഡ് വാട്ടർ. If 14 liters of water is added to the mixture, the ratio of milk and water becomes 3:4. Then the quantity of milk in the mixture is. Okay. അപ്പം മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ തന്നിട്ടുണ്ട്. മിൽക്ക് ഈസ് ടു വാട്ടർ, അല്ലേ? മിൽക്ക് ഈസ് ടു വാട്ടർ ഏത് റേഷ്യോയിലാ? 4:3 എന്ന റേഷ്യോയിലാണ്. ഇതിലേക്ക് 14 ലിറ്റർ വാട്ടർ ആഡ് ചെയ്തു. അപ്പോൾ അത് 3:4 എന്ന റേഷ്യോയിലേക്ക് മാറി. എങ്കിൽ ചോദ്യം, ഫൈൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ ദ മിക്സ്ചർ. ആ മിശ്രിതത്തിലെ മിൽക്കിൻ്റെ അളവ് എത്ര? മക്കളെ, ചെയ്യേണ്ടത് പല രീതിയിൽ ചെയ്യാം, ശ്രദ്ധിച്ച് കേട്ടോ. ആദ്യത്തെ രീതി നമുക്കറിയാം. ഈ കണക്ക് ചെയ്യാൻ മിൽക്കും വാട്ടറും ഏത് റേഷ്യോയിലാണ്? 4:3. അപ്പം മിൽക്കിൻ്റെ അളവ് 4x ലിറ്റർ എന്നും വാട്ടറിൻ്റെ അളവ് 3x ലിറ്റർ എന്നും എടുക്കാം.
ഇനി മിൽക്ക് ആഡ് ചെയ്തൊന്നുമില്ല, അപ്പോൾ മിൽക്കിൻ്റെ പുതിയ അളവ് 4x തന്നെ. വാട്ടർ 14 ലിറ്റർ ആഡ് ചെയ്താൽ വാട്ടറിൻ്റെ പുതിയ അളവ് 3x + 14 എന്ന് വരും. അപ്പോൾ 4x ആണ് മിൽക്കിൻ്റെ അളവ്, വാട്ടറിൻ്റെ പുതിയ അളവ് 3x + 14. അപ്പോൾ 3:4 എന്ന റേഷ്യോയിലേക്ക് മാറി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം മിൽക്ക് 4x ആണ് തുടക്കത്തിൽ, ഇപ്പോഴും 4x. വാട്ടർ 3x ആണ്, ഇപ്പോൾ ഒരു 14 ലിറ്റർ വാട്ടറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാം, 4x ഡിവൈഡഡ് ബൈ 3x + 14 എന്ന് പറഞ്ഞാൽ 3/4 ആണ്. ശരിയല്ലേ? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാലോ മക്കളെ, ഇങ്ങനെ. അപ്പോൾ 16x = 9x + 14 × 3 എന്ന് പറഞ്ഞാൽ 42 എന്ന് കിട്ടും അല്ലേ. ഇത് ഇങ്ങോട്ട് വരുമ്പം 7x എന്നാവും. 16x - 9x 7x ആണ്. 7x = 42 എന്ന് വരും. അതിൽ നിന്ന് x = 42/7 6 എന്ന് കിട്ടും. x 6 ആണെങ്കിൽ എന്താ കണ്ടുപിടിക്കണ്ടേ? ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ ദ മിക്സ്ചർ, മിൽക്കിൻ്റെ അളവ് കണ്ടുപിടിക്കണം. മിൽക്ക് ആദ്യവും 4x ആയിരുന്നു, ഇപ്പോഴും മിൽക്കിൻ്റെ അളവ് 4x ആണ്. x 6 ആണെങ്കിൽ 4x എന്ന് പറഞ്ഞാൽ 6 × 4 24 ലിറ്റർ എന്നാണ് ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്, 24 ലിറ്റർ. ഇതതിൻ്റെ നോർമൽ മെത്തേഡാണ് അല്ലേ. ഇനി നമുക്ക് ഇത് നോർമൽ അല്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റും? യെസ്, നമുക്ക് നോക്കാം. മിൽക്കും വാട്ടറും ഏത് റേഷ്യോയിലാണ്? മിൽക്കും വാട്ടറും 4:3 എന്ന റേഷ്യോയിലാണ്. അതിലേക്ക് 14 ലിറ്റർ വാട്ടർ ആഡ് ചെയ്തു, അപ്പോൾ അത് 3:4 എന്ന റേഷ്യോയിലേക്ക് മാറി. 4:3 ആയിരുന്നത് 3:4 എന്ന റേഷ്യോയിലേക്ക് മാറി. എനിക്കറിയാം ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നത് വാട്ടറാണ്. ആഡ് ചെയ്യുന്നത് വാട്ടർ ആണെങ്കിൽ മിൽക്കിൻ്റെ റേഷ്യോ മാറാൻ പാടില്ല. അപ്പം മിൽക്കിൻ്റെ റേഷ്യോ കോൺസ്റ്റൻ്റ് ആക്കാൻ വേണ്ടി താഴെ കിടക്കുന്ന ഈ 3 കൊണ്ട് മുകളിലത്തേതിനെ ഗുണിച്ചു, മുകളിൽ കിടക്കുന്ന ഈ 4 കൊണ്ട് താഴത്തേതിനെ ഗുണിച്ചു. അപ്പോൾ സംഭവിക്കുന്നത് മിൽക്ക് ഈസ് ടു വാട്ടർ എന്ന് പറഞ്ഞാൽ 12:9 എന്ന് മുകളിൽ വരും, താഴെ 12:16 എന്ന് വരും. കണ്ടോ നിങ്ങൾ? ഇപ്പം മിൽക്ക് ആഡ് ചെയ്യുന്നില്ല, വാട്ടറാണ് ആഡ് ചെയ്തത്, അതുകൊണ്ട് മിൽക്കിൻ്റെ റേഷ്യോ മാറിയിട്ടില്ല അല്ലേ. വാട്ടറിൻ്റെ റേഷ്യോ 9 ആയിരുന്നത് 16 കൂടി, 7 റേഷ്യോ കൂടി 14 ലിറ്റർ വാട്ടർ ആഡ് ചെയ്തപ്പോൾ. അപ്പോൾ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ 14/7 2 ലിറ്ററിന് തുല്യമാണ്. ഒരു റേഷ്യോ 2 ലിറ്ററിന് തുല്യമാണെങ്കിൽ മിൽക്കിൻ്റെ അളവ്, മിൽക്ക് 12 എന്ന റേഷ്യോയിൽ ആദ്യവും ഇപ്പോഴും. ഒരു റേഷ്യോ 2 ലിറ്റർ ആണെങ്കിൽ 12 റേഷ്യോ എന്ന് പറയുന്നത് 12 × 2 അതായത് 24 ലിറ്ററിന് തുല്യമായിരിക്കും. ആൻസർ 24 ലിറ്റർ എന്നതാണ് കിട്ടുന്നത്. കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. എങ്കിൽ മുന്നോട്ട് പോവാം. നമ്മുടെ അടുത്ത ചോദ്യം, the ratio of two numbers is 3:4. If 8 is added to each of them, their ratio is changed to 5:6. Find the numbers. അല്ലേ, 2 നമ്പേഴ്സ്, ഇത് ഒന്നാമത്തെ നമ്പർ, ഇത് രണ്ടാമത്തെ നമ്പർ. ഈ 2 നമ്പേഴ്സ് ഏത് റേഷ്യോയിലാണെന്നാണ് പറഞ്ഞേക്കുന്നത്? ഒന്നാമത്തെ രണ്ടാമത്തെ നമ്പേഴ്സ് 3:4 എന്ന റേഷ്യോയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 2 നമ്പേഴ്സിനോടും 8 ആഡ് ചെയ്തപ്പോൾ അത് 5:6 എന്ന റേഷ്യോയിലേക്ക് മാറി എന്നും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഏതൊക്കെയാണ് ആ നമ്പേഴ്സ് എന്ന് കണ്ടുപിടിക്കണം. ശരിയല്ലേ? അപ്പോൾ ആദ്യം ഈ കണക്ക് നോർമലി ചെയ്യാം മക്കളെ. ഫസ്റ്റ് നമ്പർ അതുപോലെ സെക്കൻഡ് നമ്പർ ഏത് റേഷ്യോയിലാണ്? 3:4. അപ്പോൾ ആദ്യത്തെ നമ്പർ 3x ആയിരുന്നു എന്നും രണ്ടാമത്തെ നമ്പർ 4x ആയിരുന്നു എന്നും എടുക്കാം. ആദ്യത്തെ നമ്പറിനോട് 8 കൂട്ടിയാൽ ആദ്യത്തെ നമ്പർ 3x + 8 ആയിട്ടും രണ്ടാമത്തെ നമ്പർ 4x + 8 ആയിട്ടും മാറും. ശരിയല്ലേ? അപ്പോൾ റേഷ്യോ 5:6 ആയി മാറി എന്ന് പറഞ്ഞാൽ പുതിയ റേഷ്യോ 5:6 ആണ്. ഇത്രേ ഉള്ളൂ. അപ്പോൾ 3x + 8 ഡിവൈഡഡ് ബൈ 4x + 8 ഏത് റേഷ്യോയിലാ? 5/6 എന്ന റേഷ്യോയിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാം. ഇതിങ്ങോട്ട് ക്രോസ് ചെയ്തു, ഇതിങ്ങോട്ട് ക്രോസ് ചെയ്തു. 6 വെച്ച് ഗുണിച്ചാൽ 6 × 3 18x +
6 8 48 6 8 48 ഈക്വൽ ടു 5 കൊണ്ട് ഗുണിച്ചാൽ 4 20 എക്സ് പ്ലസ് 5 40 ആണോ? ഈ 18 ഇങ്ങോട്ട് പോയി, ഈ 40 ഇങ്ങോട്ട് വന്നു, ശരിയല്ലേ? 48 മൈനസ് 40 8 എന്ന് കിട്ടും. 20x മൈനസ് 18x 2x എന്ന് വരും അല്ലേ? അതിൽ നിന്ന് എക്സിൻ്റെ വില 4 ആണെന്ന് കിട്ടും. എക്സിൻ്റെ വില 4 ആണെങ്കിൽ ഫൈൻ ദ നമ്പേഴ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? നമ്പേഴ്സ് 3:4 എന്നുള്ള റേഷ്യോയിലല്ലേ? ആദ്യത്തെ നമ്പർ 3x എന്നല്ലേ എടുത്തേ? അപ്പോൾ എക്സ് 4 ആണെങ്കിൽ 3x എന്ന് പറഞ്ഞാൽ 12 ആണ്. രണ്ടാമത്തെ നമ്പർ 4x എന്നല്ലേ എടുത്തേ? അപ്പോൾ എക്സ് 4 ആണെങ്കിൽ 4x എന്ന് പറഞ്ഞാൽ 16 ആണ്. ആൻസർ 12 എന്നും 16 എന്നും വരും. ചെയ്തത് ക്ലിയർ ആണോ? യെസ്, ചെയ്തത് ക്ലിയർ ആണ്. ഇത് ഇതിൻ്റെ നോർമൽ മെത്തേഡ്. ഇനി ഇതിന് വേറെ എന്താ മെത്തേഡ് ഉള്ളത്? പല മെത്തേഡുകളുണ്ട്, എല്ലാം കൂടെ ഞാൻ പറയണില്ല, എന്നാലും വേറൊരു മെത്തേഡ് പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേട്ടോ മക്കളെ. ഇത് ഫസ്റ്റ് നമ്പർ അല്ലേ? ഇത് സെക്കൻഡ് നമ്പർ. ഏത് റേഷ്യോയിലാ? അത് 3:4 എന്ന റേഷ്യോയിലാണ്. രണ്ടിനോടും 8 കൂട്ടി അല്ലേ? രണ്ടിനോടും 8 കൂട്ടിയപ്പം അത് 3:4 എന്നുള്ളത് 5:6 ആയിട്ട് മാറി. 5:6 ആയിട്ട് മാറി അല്ലേ? ഓക്കെ. അപ്പോൾ 3:4 ആയിരുന്നത് 5:6 ആയിട്ട് മാറി. ഇത് നമുക്ക് സിമ്പിളായിട്ട് ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത കാരണം ഇങ്ങനെ ചെയ്യാം മക്കളെ. ഇവിടെ എത്ര കൂടി? 2 റേഷ്യോ കൂടി അല്ലേ? ഇവിടെ എത്ര കൂടി? 2 റേഷ്യോ കൂടി. രണ്ടിടത്തും ഞാൻ 8 കൂട്ടിയത്, രണ്ടിടത്തും 2 റേഷ്യോ കൂടി. അപ്പം അതിൻ്റെ അർത്ഥം 2 റേഷ്യോ എന്ന് പറയുന്നത് 8 തുല്യമാണെന്നല്ലേ? രണ്ടിടത്തും 8 കൂടിയപ്പോൾ രണ്ടിടത്തും 2 റേഷ്യോ കൂടി. അപ്പോൾ 2 റേഷ്യോ എന്ന് പറഞ്ഞാൽ 8. 2 റേഷ്യോ 8 ആണെങ്കിൽ ഒരു റേഷ്യോയുടെ വില എത്രയാ? ഒരു റേഷ്യോയുടെ വില 8/2. 8/2 എന്ന് പറഞ്ഞാൽ 4. ഒരു റേഷ്യോ 4 ആണെങ്കിൽ ആദ്യത്തെ സംഖ്യ 3 എന്ന റേഷ്യോയില്ല. ഒരു റേഷ്യോ 4 ആണെങ്കിൽ 3 റേഷ്യോ 3 × 4 12. രണ്ടാമത്തെ നമ്പർ 4 എന്ന റേഷ്യോയില്ല. 4 × 4 16. അപ്പോൾ സംഖ്യകൾ 12ഉം 16ഉം ആയിരുന്നു. ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ആ കണക്ക് ചെയ്യാനുള്ള അടുത്തൊരു മെത്തേഡ്. റെഡിയല്ലേ? എങ്കിൽ വണ്ടി മുന്നോട്ട് പോകട്ടെ. ദ പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് എ ചെയർ ആർ ഇൻ ദ റേഷ്യോ 4:1. ഒരു ടേബിളിൻ്റെയും ഒരു ചെയറിൻ്റെയും പ്രൈസിൻ്റെ റേഷ്യോ 4:1 ആണ്. അപ്പോൾ ടേബിളിൻ്റെ വില 4x എന്ന് എടുക്കാം, ചെയറിൻ്റെ വില 1x എന്ന് എടുക്കാം. ശരി. The cost of 2 tables and 8 chairs is ₹400. അതായത് 2 ടേബിളിൻ്റെയും പ്ലസ് 8 ചെയറിൻ്റെയും കൂടെ വില 400 ആണ്. എങ്കിൽ കണ്ടുപിടിക്കേണ്ട സാധനം കോസ്റ്റ് ഓഫ് എ ടേബിൾ. ഒരു ടേബിളിൻ്റെ വില എത്ര മക്കളെ? ഇവിടെ ഒരു ടേബിളിൻ്റെ വില 4x എന്നല്ലേ എടുത്തേക്കുന്നേ? അപ്പോൾ 2 ടേബിളിൻ്റെ വില 8x അല്ലേ? പ്ലസ് ഒരു ചെയറിൻ്റെ വില 1x എന്നല്ലേ എടുത്തേക്കുന്നേ? അപ്പോൾ 8 ചെയറിൻ്റെ വില 8x അല്ലേ? ഈക്വൽ ടു 400. ശരിയാണോ? അപ്പോൾ 16x ഈക്വൽ ടു 400 അല്ലേ? 16x 400 ആണെങ്കിൽ x ഈക്വൽ ടു 400 ഡിവൈഡഡ് ബൈ 16 അല്ലേ? 400 ഡിവൈഡഡ് ബൈ 16 എന്ന് വന്നാൽ നമുക്ക് 8 വെച്ച് അങ്ങ് വെട്ടിക്കളയാലോ. ഇത് 2 തവണ 8 വെച്ച് ഇത് 5 50 50/2 25 എന്ന് കിട്ടും എക്സിൻ്റെ വില. അത് എക്സിൻ്റെ വിലയാണ് 25. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോസ്റ്റ് ഓഫ് എ ടേബിളാണ്. ടേബിളിൻ്റെ വിലയാണ്. ടേബിളിൻ്റെ വില 4x എന്നല്ലേ എടുത്തേ? അതിൽ x 25 ആണെങ്കിൽ 4x എന്ന് പറഞ്ഞാൽ 4 × 25 അല്ലേ? 4 × 25 എന്ന് പറഞ്ഞാൽ 100 എന്നല്ലേ ആൻസർ വരുന്നേ? അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി അല്ലേ കറക്റ്റ്? 100 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ചെയ്തത് ക്ലിയർ ആണോ? എങ്കിൽ മുന്നോട്ട് അടുത്ത ഒരു ചോദ്യം കൂടെ നോക്കാം. ദ പ്രൈസ് ഓഫ് എ സ്കൂട്ടർ ആൻഡ് TV. അപ്പോൾ സ്കൂട്ടറും ഉണ്ട്, കഥയിൽ TV ഉണ്ട്. ആർ ഇൻ ദ റേഷ്യോ 7:5 ആണ്. ആയിക്കോട്ടെ. അപ്പോൾ സ്കൂട്ടറിൻ്റെ വില 7x എന്ന് എടുക്കാം, TVയുടെ വില 5x എന്ന് എടുക്കാം അല്ലേ? ഇനി ഈ സ്കൂട്ടർ കോസ്റ്റ് ₹8,000 മോർ ദാൻ TV. അപ്പോൾ സ്കൂട്ടറിൻ്റെയും TVയുടെയും വില വ്യത്യാസം എന്ന് പറഞ്ഞാൽ 7x 5x 2x ആണ്. ഈ 2x എന്ന് പറയുന്നതാണ് 8000.
അപ്പം 2x 8,000 ആണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 4000 എന്ന് കിട്ടും. എക്സ് 4000 ആണ്. ദ പ്രൈസ് ഓഫ് ടി വി എത്ര എന്നാണ് ചോദ്യം. പ്രൈസ് ഓഫ് ടി വി എക്സ് 400 ആണെങ്കിൽ ടി വിയുടെ വില കാണാൻ 5x എന്ന് എടുക്കാം. 5 ഇൻറ്റു 4000 അല്ലേ? ആൻസർ 20,000 എന്നാണ് കിട്ടുന്നത്. ഓപ്ഷൻ 20,000 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം നമ്മളെ ഇതിൽ ചെയ്ത ഈ ചോദ്യങ്ങളൊക്കെ മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഈ പാർട്ട് വീഡിയോ ഇവിടെ അങ്ങ് അവസാനിപ്പിച്ചാലോ? അല്ലെങ്കിൽ വീഡിയോ ഒത്തിരി നീണ്ടങ്ങ് പോകും. ഓക്കെ, സോ ഡിഗ്രി ലെവലിൻ്റെ റേഷ്യോയുടെ ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ചാപ്റ്റർ തീർന്നിട്ട് അടുത്ത ചാപ്റ്റർ പിടിക്കാം. കേൾക്കുന്നുണ്ടോ? യെസ്, ഒന്ന് വെറുതെ വലിച്ചു വാരി പഠിക്കാതെ പഠിക്കുമ്പോൾ തന്നെ ഒന്ന് വൃത്തിയായിട്ട് പഠിക്കാം. അപ്പം റേഷ്യോയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് പാർട്ട് വീഡിയോയിൽ കാണാം. ടാറ്റ. അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ നന്നായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകൾ തരാം. മോശമാണെങ്കിൽ എനിക്ക് സങ്കടമാകും. ഞാൻ എടുക്കുന്ന എഫേർട്ടിന് നിങ്ങൾ ഒരു പ്രോത്സാഹനമൊക്കെ തന്നാൽ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഉത്സാഹത്തോടെ ചെയ്യാൻ പറ്റും. മറക്കണ്ട. ടാറ്റ.